ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഷെഫ് നളൻ്റെ ഒരു സിഗ്നേച്ചർ റെസിപ്പി ആയിട്ടുള്ള മുട്ട പൊള്ളിച്ചതാണ്. വളരെ ടേസ്റ്റാണ്, സിമ്പിളാണ്, പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 കാന്താരിമുളക് കൂടി വേണം കേട്ടോ. അപ്പോൾ കാന്താരിമുളക് ഇല്ലാത്തവരുണ്ടെങ്കിൽ സാധാ മുളകായാലും മതി കേട്ടോ. ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇനി ഒരു ബൗളെടുക്കാം. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 3-4 ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റ് ആയാലും വേണ്ടിയില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് വേണം വാഴയില വെച്ച് കൊടുക്കാൻ. ഇനി ഇതും വാഴയിലിൻ്റെ മുകളിൽ വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. വെളിച്ചെണ്ണ ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ വശങ്ങളിലും ആകത്തക്ക രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. നടുവിൽ വാഴയുടെ തണ്ടുള്ളതുകൊണ്ട് കേട്ടോ ഇത് 2 ഭാഗത്തേക്കായി നിൽക്കുന്നത്. അത് കുഴപ്പമില്ല. ഒരു സ്പൂണ് ഉപയോഗിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് സെറ്റാക്കി കിട്ടും കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഇങ്ങനെ ചെയ്ത ശേഷം 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഒന്നും കൂടി മടക്കിയെടുക്കുക കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. 1 മിനിറ്റ് മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പൊള്ളിച്ചത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. വാഴയില ഒന്ന് പൊളിച്ച് നോക്കാം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ട പൊള്ളിച്ചത്. നിങ്ങൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ഒരു മുട്ട പൊള്ളിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.